Thank you, Scale Up team, once again for having me on stage as a moderator to moderate my personal favorite session and celebrate all these favorite people. നേരത്തെ മാത്യു സാറ് പറഞ്ഞ ഒരു ഫീമെയിൽ ഓൺടർപ്രനോർ ഞാനായിരുന്നു. നമ്മൾ ബാക്ക് സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യായിരുന്നു. സോ ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ദർ ഇസ് നോ ജെൻഡർ ഫോർ ഓൺടർപ്രനോർഷിപ്പ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വിമൻ ഓൺടർപ്രനോർസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്നത് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ഓൺടർപ്രനോർസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. സോ സോറി ഫോർ ദാറ്റ്. യാ, സോ മൈ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ is to Aisha Sameha. Aisha Samehana എനിക്ക് പേഴ്സണലി അറിയാം, ആൻഡ് ഐ നോ ദാറ്റ് യു ടുക്ക് ഒരു 10 years career break and then directly dived into entrepreneurship, അല്ലേ? So it's very interesting. And ഇപ്പോൾ കോഡർഫിൻ 16 countries-ലെ സ്റ്റുഡൻസിനെ കേറ്റർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇറ്റ്സ് വെരി അമേസിങ്. ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഓൺടർപ്രനോർഷിപ്പിലേക്ക് ആഫ്റ്റർ സ്കൂൾ ഓർ കോളേജ് ജമ്പ് ചെയ്യാൻ പേടിക്കുന്ന ഇന്നത്തെ ഒരു കാലത്ത് ഒരു 10-year കരിയർ ബ്രേക്കിന് ശേഷം ഇത്രയും വലിയൊരു ബിസിനസ് തുടങ്ങാനും അതിൽ എക്സ്പാൻഡ് ചെയ്യാനും, ഹൗ വാസ് ദാറ്റ് ജേർണി? വാസ് ഇറ്റ് ഈസി? വാസ് ഇറ്റ് ഡിഫിക്കൾട്ട്? ഇഫ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്, വാട്ട് വർ ദ ചാലഞ്ചസ് ദാറ്റ് യു ഫേസ്ഡ്? Okay, first of all, I would like to say I'm a native of Melatur. പെരിന്തൽമണ്ണക്കാരാണ് ഇവിടെ കൂടുതലെന്ന് അറിയാം. സോ എൻ്റെ നാടാണ്. സോ ഐ ക്യാൻ പ്രൗഡ്ലി സേ ഞാൻ വളർന്നതും പഠിച്ചതും ഓൾമോസ്റ്റ് നിലമ്പൂരിൽ നിന്ന് തൊട്ടിട്ട് പെരിന്തൽമണ്ണ, മഞ്ചേരി എല്ലായിടത്തും ടച്ച് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. സോ ഐ എം എ മലപ്പുറം പ്രോഡക്റ്റ് ആക്ച്വലി. സോ യു ക്യാൻ സീ ഫ്രം മലപ്പുറം ടു ഗ്ലോബൽ. ദാറ്റ് ഇസ് വാട്ട് മൈ വിഷൻ വാസ്. 10 years ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്വാഭാവികം അല്ലേ? നമുക്കറിയാം നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇറ്റ്സ് വി കനോട്ട് ബ്രേക്ക് ഇറ്റ്, യു നോ. നമുക്ക് പലതും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. സോ അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. സോ ഐ ഹാവ് മോർ പ്രയോറിറ്റീസ്. സോ ഈ 10 years ഐ യൂസ്ഡ് ഇറ്റ് വൈസ്ലി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഹൂഎവർ ഇസ് സിറ്റിംഗ് ഹിയർ, സ്റ്റുഡൻസ് ആയിരിക്കട്ടെ, കുറേ കാലം വീട്ടിലിരുന്നവരായിരിക്കട്ടെ, വുമൺ ഓർ മെൻ, വാട്ട് എവർ, വി ഹാവ് സോ മെനി, എല്ലാവർക്കും ടൈം ഇസ് ഈക്വൽ, റൈറ്റ്? സോ ഈ ടൈമിനെ നമ്മൾ വാല്യുബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അതിന് നമ്മൾ പുതിയ സ്കിൽസ് പഠിക്കാൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ 10 കൊല്ലം ഇരുന്ന് ചെയ്തത്. സോ ഫ്രം ദെയർ ഐ ഗോട്ട് എൻ ഐഡിയ വാട്ട് ഈസ് ദ ന്യൂ ട്രെൻഡ്. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് 2019 ഞാൻ എന്താണ് ഇന്നത്തെ ട്രെൻഡ് എന്ന് അനലൈസ് ചെയ്ത്, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മാത്യു സാർ പറഞ്ഞു, അതിൻ്റെ മുന്നേ ഷമീം സാർ പറഞ്ഞു, അതിൻ്റെ മുമ്പ് ഫൈസൽ സാർ പറഞ്ഞു, ഇവരൊക്കെ പറയുന്ന കാര്യം എന്താണ്? ചെന്നെത്തുന്നത് വാട്ട് ഈസ് ഇന്നൊവേഷൻ, എന്താണ് നമ്മുടെ നാട്ടിലുള്ള പ്രോബ്ലംസ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇതാണ് ഇന്നത്തെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കി റിസർച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എന്താണ്, അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. സ്വാഭാവികമായിട്ടും ലൈഫ് സ്കില്ലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ എപ്പോഴും ലെഫ്റ്റ് ബ്രെയിൻ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. അതായത് നമ്മൾ എന്താണ് എക്സാംസ് അല്ലെങ്കിൽ ഒരു പാറ്റേൺസ് മുന്നേ ഉണ്ടാക്കിയ സിലബസ് പഠിക്കുക, കാണാപ്പാടം പഠിക്കുക. അപ്പം നമ്മൾ റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന, നമ്മൾ ഇൻ്റലിജൻസിനെ സോർട്ട് ചെയ്യുന്ന ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഓഫ് കോഴ്സ് 10 കൊല്ലം വീട്ടിലിരുന്നത് ഒരു ചാലഞ്ച് തന്നെയാണ്. കാരണം അത് കഴിഞ്ഞ് പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു ആശയം കൊണ്ടുവരുമ്പോൾ അംഗീകാരങ്ങൾ കുറവായിരുന്നു. ആസ് എ വുമൺ ഓൾസോ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പറഞ്ഞ പോലെ ഒരു പൊട്ടിപ്പെണ്ണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ആൾക്കാർക്ക്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു സേ വെൻ വി ഡൂ സംതിങ് ആൻഡ് ആക്ട്, നമ്മൾ കാണിച്ചു കൊടുക്കുക, നമുക്ക് പ്രൂവ് ചെയ്യുക, നമ്മൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റാൻഡ് ബിഫോർ ദ പീപ്പിൾ ആൻഡ് സ്പീക്ക് ഔട്ട് വാട്ട് എവർ വി ഹാവ് ഇൻ അവർ മൈൻഡ്. അപ്പം ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് നിലമ്പൂർ PVs. എനിക്ക് പറയാം ഗ്രേസ്ഫുള്ളി ഐ കുഡ് സേ ദാറ്റ് അന്നത്തെ കാലം അതിൽ പഠിക്കാൻ കഴിഞ്ഞതും അവിടുത്തെ ഒരു സിസ്റ്റം അതായിരിക്കാം ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവിടെ പോയി ഇത് പറയാനുള്ളൊരു ഗട്ട്സ് ഉണ്ടായി എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു സേ. പിന്നെ ഈ പറഞ്ഞ പോലെ വി ഗോട്ട് ഇറ്റ് പിച്ച്ഡ് ഇൻ ടു ഒരു ടീച്ചർ ഇന്നൊവേഷൻ. അതിൽ നിന്നൊരു നാഷണൽ ലെവലിൽ അത് പോയി എന്നുള്ളതാണ് നമ്മൾ ഐഡിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് സോ വാട്ട് ഈസ് ദ സൊല്യൂഷൻ എന്നുള്ളത് നമ്മളെ കുട്ടികൾക്ക്, ഇപ്പം എനിക്ക് 3 കുട്ടികളാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ മോളുണ്ടായപ്പോൾ അവൾക്ക് എങ്ങനെയാണ് അവളുടെ സ്കില്ല് മനസ്സിലാക്കുക, അവളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് മനസ്സിലാക്കുക, അവൾ എങ്ങനെയാണ് ഫ്യൂച്ചർ റെഡി ആക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് ആസ് എ പേരൻറ്റ് ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ്, റിസർച്ചിങ്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് വി ഹാവ് പ്രൊവിഷൻ ഫോർ ടീച്ചേഴ്സ്, പേരൻസ്,
വാട്ട് എവർ സ്റ്റുഡൻസ് നീഡഡ്, നമ്മൾ ഏർലി ലെവലിൽ കുട്ടികളെ അവരെ ഫ്യൂച്ചർ റെഡി ആക്കാനും ലൈഫ് സ്കിൽ സോർട്ട് ചെയ്യാനും റെഡി ആക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന നെക്സ്റ്റ് തിങ് ആണ്, ഓഫ് കോഴ്സ് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഈ സ്കെയിൽ അപ്പ് കോൺക്ലേവ്, സ്റ്റാർട്ടപ്സിനെ കൊണ്ടുവരിക. ഓഫ് കോഴ്സ് മലപ്പുറത്തുനിന്ന് ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഐഡിയാസ് ഉണ്ട്, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഗൈഡൻസും കറക്റ്റ് പ്രൊവിഷനും ഇല്ലാഞ്ഞിട്ട് ദേ ആർ നോട്ട് കമ്മിങ് അപ്പ്. സോ എങ്ങനെയാണ് ഐഡിയാസിനെ സ്റ്റാർട്ടപ്പ് ആക്കുക? സോ വി ആർ ടൈഡ് അപ്പ് വിത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, നിങ്ങളിവിടെ ബോർഡിൽ കാണുന്നുണ്ട്, കേരള നോളേജ് ഇക്കണോമി മിഷൻ, ഇവരുമായിട്ടൊക്കെ നമ്മൾ ടൈപ്പ് ഉണ്ട്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ ഫൈൻഡിങ് പീപ്പിൾ ഹു ഹാവ് ഐഡിയാസ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഏജ് ബാരിയർ ഇല്ല, ഏത് ഏജിലുള്ള ആൾക്കാർക്കും ഐഡിയാസ് ദേ ക്യാൻ സബ്മിറ്റ് ആൻഡ് ദെൻ യു ക്യാൻ മേക്ക് ഇറ്റ് എ സ്റ്റാർട്ടപ്പ്, അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം. സോ our ultimate aim is innovations. So I would like to again say that action ചെയ്യുക, നമ്മൾ സപ്പോർട്ടീവായിട്ട് യു ആർ ഗിവിങ് സംതിങ് ടു ദ സൊസൈറ്റി എന്ന് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ വുമൻ ക്യാൻ കം ഔട്ട്. സോ ദാറ്റ് വാസ് മൈ ചാലഞ്ച്. സോ ഐ തിങ്ക് സോ ഐ ഹാവ് കവേർഡ് അപ്പ്. താങ്ക് യു. Thank you so much, Aisha, for mentioning that. I also don't believe in the rote learning system that unfortunately our current education system has. പക്ഷേ എന്നാലും ഇവിടെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ പറഞ്ഞ പോലെ സ്ലോലി വി ആർ ചേഞ്ചിങ് ആൻഡ് ദർ ആർ സ്റ്റെപ്സ് ബീയിങ് ടേക്കൻ പാരലലി അറ്റ്ലീസ്റ്റ് നമ്മുടെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ സിസ്റ്റമിലല്ലെങ്കിലും പാരലലി ദർ ആർ സോ മെനി എഡ്ടെക്സ് കമ്മിങ് അപ്പ് ആൻഡ് ഓൾ ടു ബ്രിഡ്ജ് ദാറ്റ് ഗ്യാപ്പ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇൻസ്പയറിംഗ് ദാറ്റ് ആ ഒരു 10 years, I loved what you said, that our 10 years break you use for learning, right? And that's the right thing. When you have a break, what you can do is at least learn, at least research, because there will be a time when you can action on it. So next question that I have is to Miss Saima. Saima, actually കോക്കനട്ട് ഓയിൽ എന്നുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ മലയാളികൾക്ക് എന്താ പറയുക വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളതും നമുക്ക് അതിലൊരു പുതുമയതൊന്നും തോന്നൂല, പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ട് ഓൾറെഡി കോക്കനട്ട് ഓയിൽ എന്ന് കേൾക്കുമ്പോൾ. സോ ഐ എം വെരി ക്യൂരിയസ് ടു നോ, എദ്വി എന്നുള്ള ബ്രാൻഡ് ഈ ഒരു ഇങ്ങനത്തെ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സിനായിട്ടും എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്? ഹൗ ഡിഡ് യു ഈവൻ ഫസ്റ്റ് ഓഫ് ഓൾ തിങ്ക് ഓഫ് നമ്മുടെ ഈ ഒരു കോക്കനട്ട് ഓയിലിനെ തന്നെ ചൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു? ആൻഡ് സെക്കൻഡ്, ഹൗ ആർ യു competing with these brands, established brands? സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്റ്റോറിയാണ് പറയാനുള്ളത്. കാരണം ഐ എം എ ബിടെക് ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഐ എം റിയലി പാഷനേറ്റഡ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഈ ബിസിനസ്സുകാരുടെ ഫാമിലിയിൽ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് പറയാൻ ബിസിനസ് മാത്രമേ ഉണ്ടാവുള്ളൂ വിഷയങ്ങൾ. രാത്രി 3 മണി ആയാലും ബിസിനസ് തന്നെ ആയിരിക്കും അവിടെ, കട്ടൻ ചായയും ബിസിനസ്സും. സോ ഇത് കണ്ടും ഇത് കേട്ടും അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും കേൾക്കുന്നതുകൊണ്ട് ഐ ഓൾസോ ആ ഒരു പാഷനോട്ട് എനിക്കും ഒരുപാടായിട്ട് ഞാനും ഇൻസ്പയർ ചെയ്തു. അതിൽ നിന്ന് ഞാൻ വൺ ഡേ ഞാൻ ഹസ്ബൻഡിനോട് നദീമിനോട് പറഞ്ഞു, എനിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യണത് അത്രയും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് തന്നെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എദ്വി ഉണ്ടായത്. സോ എദ്വിയിൽ ഞാൻ ആദ്യം കുറേ ആലോചിച്ചു എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നദീംക്ക് പറഞ്ഞു, ചെയ്യുകയാണെങ്കിൽ വിത്ത് ദ എത്തിക്സ് പരമായിട്ട് നോക്കുമ്പോൾ യു ഷുഡ് ഗിവ് ദ ട്രസ്റ്റ് ടു ദ പീപ്പിൾ. നിന്റെ കസ്റ്റമേഴ്സ് എന്തായാലും എദ്വി എന്ന് പറഞ്ഞാൽ അത് പിക്ക് ചെയ്യണം. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിലും ആ ട്രസ്റ്റ് വർത്ത് ആ പ്രൊഡക്റ്റിലും നിന്റെ ബ്രാൻഡിലും ഉണ്ടാവണം. ഞാൻ അതേ ഒരു ഇൻസ്പയറിങ് ആയിട്ടുള്ള വേർഡ്സ് എടുത്തിട്ട് തന്നെയാണ് എദ്വി ഞാൻ ക്രിയേറ്റ് ചെയ്തതും അതിൽ കോക്കനട്ട് ഓയിൽ കൊടുക്കുന്നതും. സോ ഏതൊരു വീട്ടമ്മയാണെങ്കിലും അവർക്ക് ആദ്യം നമ്മളെ കേരളീയർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ കോക്കനട്ട് ഓയിൽ എടുക്കാൻ കാരണം. സോ എനിക്ക് തോന്നിയത് ഒരു ബേബി പ്രൊഡക്റ്റായിട്ട് ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തു. ഇനി ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാണെങ്കിൽ തന്നെ അത് അത്രയും കെയർഫുൾ ആയിട്ടേ കൊണ്ടുള്ളൂ. കാരണം ഇപ്പോൾ എദ്വിക്കുള്ള ആ ട്രസ്റ്റ് ഐ ഷുഡ് കീപ്പ് ഇറ്റ്. അത് ടിൽ ദ എൻഡ് അത് അങ്ങനെ തന്നെ ആയിരിക്കും, ബിഗിനിങ്ങിലും അങ്ങനെ തന്നെയാണ്. സോ ടു ദ ക്വസ്റ്റ്യൻ ഞാൻ വരികയാണെങ്കിൽ എനിക്ക് ഒരു കൂട്ടം വലിയ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് കോക്കനട്ട് ഓയിലിൽ. ഞാൻ അത് ഫേസ് ചെയ്ത് പറഞ്ഞാൽ വിത്ത് മൈ ക്വാളിറ്റി ഐ ഫേസ്ഡ് ഇറ്റ്. കാരണം എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ ക്വാളിറ്റി ട്രസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. അത് തന്നെയാണ് ഇപ്പോഴും കീപ്പ് ഓൺ ഗോയിങ് ടു മൈ എൻഡ്. എൻ്റെ ബ്രാൻഡിൻ്റെ വിജയവും അത് തന്നെയാണെന്ന് എനിക്ക് പറയാം. ബിക്കോസ് ഐ എം സിറ്റിംഗ് ഹിയർ. ഇപ്പോൾ ഇന്ന് എദ്വി ഞാൻ തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എദ്വി ഇല്ല, അങ്ങനെ ഒരു കോക്കനട്ട് ഓയിൽ ആയിട്ടുള്ള ഫസ്റ്റ് ലൈൻ എദ്വിയിൽ ഉണ്ടാവുകയില്ല. ദാറ്റ്സ് ഇറ്റ്.
Thank you so much. That's very inspiring. Actually, ഒരു entrepreneurial family എന്നുള്ള എനിക്ക് I can relate to that. When you listen to business, when you are surrounded by business, you're also motivated, and that was good that ആ ഒരു start എടുത്തത് കൊണ്ട് you feel proud to be sitting here and inspiring many other women out there to do the same. റിയലി സത്യം, അത് ശരിയാണ്. കാരണം നമ്മളെ ഫാമിലിയിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഐ എം ഹിയർ. ബിക്കോസ് എൻ്റെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ആൻഡ് മൈ ഹസ്ബൻഡ്സ് ഫാമിലി ഈസ് ഓൺ ദ ബിസിനസ്. അപ്പോൾ അത് കേട്ട് ഐ ഗോട്ട് ആൻ പാഷൻ ടു ഡൂ ദാറ്റ്. എനിക്ക് ആ ഉള്ളിലുള്ള ആ സ്പാർക്ക് എനിക്ക് കൊളുത്തി തന്നത് അവർ തന്നെയാണ്. ഇനി ഓൺട്രപ്രന്യോറിയൽ ഫാമിലിയിൽ ഇല്ലാത്തവർക്ക് സ്കെയിൽ അപ്പ് ഫാമിലി ഉണ്ട് ഫോർ ദാറ്റ് കൾച്ചർ ദാറ്റ് യു നീഡ്, റൈറ്റ്? ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ആർ വളരെ വ്യത്യസ്തമായ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഷാഹിദ, റൈറ്റ്? വാട്ടർ സൊല്യൂഷൻസ്. ഐ നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ് ഫോർ അവർ കമ്മ്യൂണിറ്റി, ആൻഡ് ഒരു വുമൻ ഇൻ ദിസ് ഫീൽഡ് അറ്റ്ലീസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഇപ്പം കുറേ പേര് ഇവിടെ പറഞ്ഞു വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യണം, യു ഷുഡ് ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. ഓർ ഐ ഹാഡ് ഹേർഡ് വൺ ഓഫ് പ്രിയങ്ക ചോപ്രാസ് കോൺവെർസേഷൻസ് വെയർ ഷി വാസ് സെയിങ് മൈ വേർഷൻ ഓൾറെഡി എക്സിസ്റ്റ്, യു ഷുഡ് ബി യുവർ വേർഷൻ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ വി വുഡ് ലവ് ടു ഹിയർ യുവർ വേർഷൻ, ഷാഹിദ. Thank you, Nasreen. Before I start, I would like to express my heartfelt gratitude to Team Scale Up for this invitation. And Nasreen പറഞ്ഞതുപോലെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. എൻ്റെ മെൻറ്റേഴ്സൊക്കെ ഇടയ്ക്ക് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പേർപ്പസ് ഉണ്ടോ, നിങ്ങൾ എന്താണ് ഡെലിവർ ചെയ്യുന്നത്? എക്സാക്ട്ലി ആ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെച്ചിട്ടാണ് ഞാനും എൻ്റെ കമ്പനി ആയിട്ടുള്ള NVO വാട്ടർ സൊല്യൂഷനും മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഒരു വിഷൻ എന്ന് വെച്ചാലുള്ളത് പ്യുവർ വാട്ടർ ആൻഡ് ക്ലീൻ സാനിറ്റേഷൻ ടു എവ്രി വൺ. ഇതാണ് നമ്മൾ എപ്പോഴും എയിം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടി ആസ് യു ആർ മെൻഷനിങ് എന്താ ക്വസ്റ്റ്യൻ ലൈക്ക് നമ്മളൊരു റെയർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ്, ബട്ട് അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് സൊസൈറ്റീൻ്റെ നീഡിനെയാണ്. സൊസൈറ്റീൻ്റെ നീഡിനെ നമ്മൾ അവിടെ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും സസ്റ്റൈനബിലിറ്റി ഉണ്ട് ഇൻഡസ്ട്രിയിൽ. ആ ഒരു കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് വാട്ടർ ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും ഇല്ല. നിങ്ങളുടെ റെസിഡൻഷ്യൽ പർപ്പസ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വെള്ളത്തിനെ വീണ്ടും അത് ഭൂമിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അത് ഭൂമിയെ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭൂമിയുടെ നിലവിലുള്ള വാട്ടർ സോഴ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്താണ് ചെയ്യുന്നത്, അവിടെയാണ് ഞങ്ങൾ എടുക്കുന്ന ഒരു ആക്ഷൻ. ബിക്കോസ് നമ്മളെല്ലാവരും ചെറുതിലേ ക്ലാസ്സിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഭൂമിയിലെ ഒരു 71% വാട്ടർ കവേർഡ് ആണ്. അപ്പോൾ അതിൽ ആക്സസിബിൾ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുകയാണെങ്കിൽ ലെസ് ദാൻ 1% മാത്രമാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ റിസോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ എല്ലാവരും ഡെവലപ്മെൻറ്റിൻ്റെ പുറകെയാണ്. അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ആയിക്കോട്ടെ, പോപ്പുലേഷൻ ഈസ് ഓൾസോ ഗ്രോവിങ്. അപ്പോൾ ഇതിൻ്റെ പുറകെ പോകുന്ന സമയത്ത് നമ്മുടെ വാട്ടർ സോഴ്സ് കൂടുന്നില്ല, അതെപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനറലി പറഞ്ഞാൽ മനസ്സിലാവും, നമുക്കൊക്കെ പണ്ട് ഓപ്പൺ വെല്ല് കുഴിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കിട്ടുമായിരുന്നു. ആ ട്രെൻഡ് ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ ബോർവെല്ലിൻ്റെ പുറകെയാണുള്ളത്. അപ്പോൾ അതിലും ബോർവെല്ല് കുഴിക്കുന്ന സമയത്ത് വളരെ ഡീപ്പിലേക്ക് പോകുമ്പോഴാണ് ഇപ്പം നമുക്ക് വാട്ടർ കിട്ടുന്നുള്ളത്. ഇത് തന്നെയാണ് എക്സാക്ട് പ്രൂഫ് നമ്മളുടെ വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മളുടെ സൊസൈറ്റി, കമ്മ്യൂണിറ്റിയാണ് അത് ആ ചലഞ്ച് ഏറ്റെടുക്കേണ്ടത്. നമ്മൾ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, വരും ജനറേഷന് വേണ്ടി ചെയ്യുന്നത്. ഈ ഒരു വിഷനാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനം അഡ്രസ് ചെയ്യുന്നത്. ആ ഒരു കമ്പനിയാണ് ഞാൻ ലീഡ് ചെയ്യുന്നത്. Very nice, very nice. And I would personally love for you to have talks in colleges and universities to inspire more people, not just women, but more people to come into this. Yes, exactly. Nasreen, yes, ഞാൻ ആ ഒരു പോയിന്റിലേക്ക് ആക്ച്വലി എനിക്ക് ഈ ഓഡിയൻസിനോട് ചോദിക്കണം, ഒരു റൈറ്റ് ഓഡിയൻസ് ആണ് എൻ്റെ മുമ്പിലുള്ളതെന്ന് തോന്നുന്നു. ബിക്കോസ് ഒരുപാട് സ്റ്റുഡൻസ് ഇതിലുണ്ട്. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇപ്പോൾ ടെക്നോളജീൻ്റെ പുറകെയാണ്. ടെക്നോളജീനെ നമുക്ക് നേരത്തെ മാത്യു സാർ പറഞ്ഞതുപോലെ അതിനെ ചേർത്ത് പിടിച്ചിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്താണ് ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എല്ലാവരും ആലോചിക്കണം. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കം അപ്പ്. ഞങ്ങളുടെ കമ്പനിയിൽ നമ്മളത് നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ഇന്നോവേഷൻസ് അത് വെച്ച് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിലപ്പ് അല്ലെങ്കിൽ അപ്ഡേഷൻ ഞങ്ങൾ എന്തായാലും എടുക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ കുറച്ച് ഗവൺമെൻറ് അതോറിറ്റീസ് പ്രഷറൈസ് ചെയ്യുന്നത്
ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് സ്ഥാപിക്കുന്ന ഒരു കൾച്ചർ ഉണ്ട്. പക്ഷെ എൻ്റെ കമ്പനി ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്തൊരു കാര്യമാണ്, സ്ഥാപിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഓപ്പറേഷൻസ് നടക്കുന്നില്ല. അപ്പം നമ്മൾ അതിലാണ് പിന്നെ ഒരു പഠനം നടത്തിയത്, എന്തുകൊണ്ടാണ് അങ്ങനെ. ഞങ്ങൾ ഒരുപാട് ടോപ്പ് ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് തന്നെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമുള്ള പാരഗണ്, സാഗർ ആയിക്കോട്ടെ, നെസ്റ്റോ, ഷെഫ് പിള്ള, അവർക്കൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഈ പ്ലാന്റിൻ്റെ സസ്റ്റൈനബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത് നമുക്കിത് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടീം നമ്മുടെ നാട്ടിലില്ല. നമ്മൾ അങ്ങനെ ഒരു ടീമിനെ ഹയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് സപ്ലൈ നമ്മൾ കണ്ടുവന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നുണ്ട്. റൈറ്റ് നൗ ഞങ്ങൾ ITI ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കം ഫോർവേഡ്. ഞങ്ങൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് സസ്റ്റൈനബിലിറ്റി ആവശ്യമാണ് ഇൻഡസ്ട്രിക്ക്. നമ്മളുടെ ബിസിനസ് ചെയ്യുന്നതിനോട് കൂടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ റിസോഴ്സ് നശിപ്പിക്കാണ്ട് നമ്മൾ പ്രിസർവ് ചെയ്യണം എന്നുള്ളതാണ് ഐ വാണ്ട് ടു ടെൽ മൈ ഓഡിയൻസ്. വെരി നൈസ്. ഇവിടെ സ്റ്റേജിൽ ഓൾറെഡി 2 ഓപ്പർച്യൂണിറ്റീസ് ആണ്. മിസ് ആയിഷ നേരത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, ഇപ്പം ഷാഹിദ ഓൾസോ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. സോ ഐ എം റിയലി ഹാപ്പി ദാറ്റ് അവർ ഓഡിയൻസ് ഇസ് ഗെറ്റിംഗ് സംതിങ് വാല്യുബിൾ. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു യു മിസ് നോറീൻ. നോറീൻ ഒരു കോർപ്പറേറ്റ് ജോബ് വിട്ടിട്ട് ഓൺട്രപ്രനർഷിപ്പ് ചൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. That is one question, like what prompted you to choose entrepreneurship over a very safe and secure job? A follow-up question to that is, നമ്മുടെ female wellness and hygiene ഇന്ത്യയിൽ unfortunately ഒരു taboo topic ആണ്. So how did you tackle this in a country like India? Okay, good evening everyone, and Nazreen, thank you so much for your question. So I'll answer the first question. Corporate job vittata, how did I come into entrepreneurship? So I would give that credit to my co-founder, who's also my husband. He's sitting right there in the audience. So he comes from a business family and I come from a non-business family. And I had always wished that in ki corporate ladder climb cheyid eppozhengilum oru CEO avanallathu my wish. But there was this kind of character inside me that I used to periods whether it be about women rights and advocate cheyan bhayangara ishtana, and I used to do it in the Instagram page la cheriya reethil I used to do about it. Pakshe I got an opportunity to do it with my brand. So nammal engane launch cheyidenu vechayinal 2020 it was COVID time. And our first product was menstrual cups, and menstrual cup in a sterilization cups ആയിരുന്നു. So കോവിഡിൻ്റെ സമയത്ത് just like everybody was locked in the house, everything was slowed down completely. അപ്പം നമ്മൾ ഈ വേസ്റ്റ് എടുക്കാൻ വന്ന കുടുംബശ്രീയുടെ ചേച്ചിമാർ പോലും they used to come just once a week. അപ്പോൾ ഈ once a week വരുമ്പം already sanitary pad waste it's already piled up. Imagine fresh sanitary pads തന്നെ used ones എന്ന അവസ്ഥ എന്തായിരിക്കും. 1 week later കഴിഞ്ഞ് കഴിഞ്ഞാൽ then അറിയാം നമുക്ക് എന്തായിരിക്കും. So I happen to see that ഇവർ വന്നിട്ട് ഓരോ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യുമ്പം നമ്മൾ വാഷ് ചെയ്തിട്ടാണ് സാനിറ്ററി പാഡ്സ് വെക്കുന്നെങ്കിലും ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ദം. ഇവർ വേസ്റ്റ് പ്ലാനിൽ കൊണ്ടുപോയി അത് ജെല്ലും പ്ലാസ്റ്റിക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്യണം. സോ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം മീ ആൻഡ് മൈ കോ ഫൗണ്ടർ വി വർ എൻഗേജ്ഡ്. അപ്പം നമ്മൾ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ ജസ്റ്റ് റാൻഡംലി ഐ വാസ് ടെലിംഗ് ഹിം ദറ്റ് ഭയങ്കര സങ്കടമുണ്ട് ഇതിങ്ങനെ കാണുമ്പം, ബിക്കോസ് ഐ വാസ് എ മെൻസ്ട്രൽ കപ്പ് യൂസർ ആൻഡ് ഐ ഹാവ് ബീൻ യൂസിങ് സിൻസ് 7 to 8 years. So he, from his business perspective, he was like, hey, you are very passionate about this, then why don't we reach out to more people with this? So I was like, okay, let's kind of do it. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. So I am very passionate about this topic and he is very passionate about business. So I think our complementary skills ഒന്നിച്ച് വന്നപ്പം we started, and 3 years down the lane here we are. അങ്ങനെ ഫെമിസേഫിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് മെൻസ്ട്രൽ കപ്സ് നമ്മൾ തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഇവിടെ ആവശ്യത്തിന് കൂടുതലുണ്ട്, ബട്ട് ദർ ഇസ് ലാക്ക് ഓഫ് അവെയർനെസ്. അതായത് റൈറ്റ് ഇൻഫർമേഷൻ. ഒന്നാമത് ഈ ടോപ്പിക് ആരും അധികം സംസാരിക്കാറില്ല. ഇപ്പം ഈവൻ ഇൻ സ്കൂൾസ് കോളേജസ് നോബഡി ടോക്സ്. സോ ആ ഒരു ടോക്ക് നോർമലൈസ് ചെയ്യണം, ദാറ്റ്സ് വൺ തിങ്. പിന്നെ ലാക്ക് ഓഫ് അവെയർനെസ്, ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യണം. സോ ജസ്റ്റ് ലൈക്ക് entrepreneurs are always they are finding solutions to the problem. So problem we saw was lack of awareness. We stepped in to fill it. And അങ്ങനെ നമ്മൾ first product was menstrual cup. Then we widened our category, grooming ഉണ്ട്, intimate care ഉണ്ട്. So that's how FemiSafe started. പിന്നെ the second question, ഇത്രയും ഒരു ടാബു ടോപ്പിക് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. എസ്പെഷ്യലി ഇറ്റ്സ് ലൈക്ക് ടു യങ് പീപ്പിൾ ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് തുടങ്ങുന്ന പറയുമ്പോൾ എല്ലാവരും ചോദിച്ചാൽ അത് കളിതമാശയാണ് വെറുതെ. ബിക്കോസ് ഒരു കാലത്ത് കഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രെൻഡായിരുന്നു. സോ പീപ്പിൾ തോട്ട് ഓക്കെ ഇവരും വെറുതെ ചുമ്മാ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് എസ്പെഷ്യലി ഈ ടോപ്പിക്. സോ ലോട്ട് ഓഫ് പീപ്പിൾ
used to think that ഇത് നസീഫിൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സാണ്, ആൻഡ് ഐ എം ഹെൽപ്പിംഗ് ഹിം ആസ് എ സപ്പോർട്ടിങ് സിസ്റ്റം പോലെ. വേറെ കുറേ ആൾക്കാർ വിചാരിച്ചു എൻ്റെ ഹോം ബിസിനസ്സാണ് ആൻഡ് നസീഫ് ഇസ് സപ്പോർട്ടിങ് മീ ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ, എസ്പെഷ്യലി പീരിയഡ് പ്രോഡക്ട്സും കൂടി ആയതുകൊണ്ട്. ബട്ട് വാട്ട് വി ഡിഡ് ഇസ് നമ്മൾ മാക്സിമം ആ ഒരു ടോക്കിന് നോർമൽ ചെയ്യാൻ നോക്കി ത്രൂ ഇൻഫ്ലുവൻസേഴ്സ് ഓഫ് കോഴ്സ്. പിന്നെ അതേപോലെ തന്നെ അവയർനെസ് സെഷൻസ്, ഐ എം എ മെൻസ്ട്രൽ എഡ്യൂക്കേറ്റർ, സോ അവയർനെസ് സെഷൻസ് എടുക്കാൻ തുടങ്ങി. വെദർ ഇറ്റ് ബി ലൈക്ക് TEDx, ജോഷ് പോലത്തെ പ്ലാറ്റ്ഫോംസ്, വെൻ വി ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി നമ്മൾ അവിടെ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാറ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹ്യൂമൻസിന് ഒരു ഹേർഡ് മെൻറ്റാലിറ്റി ഉണ്ട്. കൂടുതൽ ആൾക്കാർ ചെയ്യാൻ തുടങ്ങുമ്പം ആൾക്കാർ അത് നോർമലൈസ് ചെയ്യും. സോ വി ടുക്ക് ദാറ്റ് പാത്ത്. The more the people talk about periods and all these products, the more normal it becomes. അതേപോലെ തന്നെ there was this event called Cup of Life. So അതിൽ our Ernakulam MP Haibi Eden, he had distributed 1 lakh menstrual cups and it was a Guinness World Record. So we were a part of it. So that became a huge kind of, it was an eye opener. അതിന് ശേഷം it's like, now everybody is very cool with talking about this. Not just that, Kerala being the most literate state, ഏറ്റവും കൂടുതൽ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചായാലും ഫീമെയിൽ വെൽനെസ്സിനെ കുറിച്ചായാലും ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് വരുന്നത് ഇസ് ഫ്രം കേരള. സോ യെസ്, വി ഇനീഷ്യലി സ്റ്റാർട്ടഡ് ഫ്രം കേരള, നൗ വി ആർ എ പാൻ ഇന്ത്യ ബ്രാൻഡ്, ബട്ട് ലൈക്ക് ദിസ് ഇസ് വേർ വി സ്റ്റാർട്ടഡ് ഫ്രം ആൻഡ് ദിസ് വിൽ ഓൾവേസ് ബി വേർ അവർ റൂട്ട്സ് ആർ ഫ്രം. സോ യാ, that's how we address the issue. So inspiring, and thank you so much for taking this initiative. My next question is to Miss Afra. Afra actually multiple countries-ലാണ് ബിസിനസ് ചെയ്യുന്നത് അല്ലേ? That's amazing. Actually കേരളത്തിലും ഉണ്ട് മോൾ ഓഫ് അബായാസ്, പിന്നെ GCC-യിൽ ഒരുപാട് കൺട്രീസിലുണ്ട്, കുറേ ബ്രാഞ്ചസ് ഓഫ് ദിസ് തിങ് ഉണ്ട്. സോ വുഡ് ലൈക്ക് ടു നോ, എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത്? ലൈക്ക് ഹൗ ഡു യു ട്രാവൽ അക്രോസ് ആൻഡ് ഡു യു ഹാവ് എ ടീം, ഡു യു ഹാവ് എ സിസ്റ്റം ഇൻ പ്ലേസ്? ഹൗ ഇസ് ഇറ്റ്? ഹൗ ഡു യു മാനേജ് ദിസ്? First of all, thank you so much, Team Scale Up, for having us here. എസ്പെഷ്യലി നമ്മുടെ MLA നജീബ് കാന്തപുരം സാറോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളെ പോലെയുള്ള വുമൺ ഓൺട്രപ്രണേഴ്സിന് ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കിയതിന്. ആൻഡ് കമ്മിങ് ബാക്ക് ടു നസ്രിൻ ക്വസ്റ്റ്യൻ, അതിനേക്കാളും മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഫ്ര ഷബീബ്. ഞാൻ ആക്ച്വലി പെരിന്തൽമണ്ണക്കാരി അല്ല, എൻ്റെ ഹസ്ബൻഡാണ് പെരിന്തൽമണ്ണക്കാരൻ, ഞാൻ എറണാകുളംകാരിയാണ്. കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ പെരിന്തൽമണ്ണയിലേക്ക് വരുന്നത്. അതിനു മുന്നേ ഞാൻ പഠിച്ചത് എൻജിനീയറിംഗ് ആണ്. ആക്ച്വലി എൻജിനീയറിംഗ് പഠിക്കാനുള്ളൊരു റീസൺ, എൻ്റെ പാഷൻ ഡിസൈനിങ് ആണെന്ന് എൻ്റെ ഫാമിലീനെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് പറയുമ്പോൾ സംതിങ് ദേ ആർ തിങ്കിങ് വിച്ച് ഇസ് മോഡലിംഗ്. അതുകൊണ്ട് ഞാൻ എൻജിനീയറിംഗ് പോകേണ്ടി വന്ന ഒരാളാണ്. 7 സെമ്മ് വരെ ഞാൻ എങ്ങനെയൊക്കെയോ പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് നോട്ട് മൈ പാഷൻ. സോ ഐ ക്വിറ്റ്. പിന്നെ കല്യാണം കഴിഞ്ഞ് പെരിന്തൽമണ്ണയിലേക്ക് വന്നു, പിന്നെ ദുബായിൽ പോയി. അങ്ങനെ ദുബായിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ ബിസിനസ്സുകാരും പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? വി ആർ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലംസ് ദാറ്റ് വി ആർ ഫേസിങ്, അല്ലേ? സോ ഞാൻ UAE-യിൽ നിന്നിട്ട് ഞാൻ കണ്ട ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അബായ, അതായത് പർദ്ദ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലൈക്ക് അബായാസിൽ ഇന്നോവേഷൻസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ഞാൻ കണ്ട പ്രോബ്ലം. ഞാൻ നോക്കുന്ന സ്ഥലത്തും ഞാൻ കാണുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, മെറൂൺ, അങ്ങനത്തെ കളേഴ്സിൽ ഒരുപാട് ഡിസൈൻ വെറൈറ്റീസോ ഒന്നും ഇല്ലാത്ത ഒരു കാറ്റഗറി, വളരെ സെഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് എൻ്റെ അബായ. സോ അതിന് ഞാൻ UAE-യിൽ നിന്നുകൊണ്ട് ഇതിനെങ്ങനെ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ്. നേരത്തെ മാത്യു സാറ് പറഞ്ഞ പോലെ ടെക്നോളജി യൂസ് ചെയ്യണം. ടെക്നോളജി യൂസ് ചെയ്ത് ബിൽഡ് ചെയ്ത ബ്രാൻഡാണ് മോൾ ഓഫ് അബായാസ്. അതുകൊണ്ടിട്ടാണ് എനിക്ക് ഈ 14 രാജ്യങ്ങളിലും എൻ്റെ ബ്രാൻഡ് എനിക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത്. അതർവൈസ് ഐ കുഡൻറ്റ് ഡു ദാറ്റ്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഹൗ ഐ ആം മാനേജിങ്. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വാട്സപ്പ് ഗ്രൂപ്പിലാണ്.
ദെൻ എനിക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഞാനിത് അന്ന് ഇതിനൊരു മൾട്ടി ലെവൽ ബ്രാൻഡിലേക്ക് ആക്കണം എന്ന് വിചാരിച്ചല്ല ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഐ സ്റ്റാർട്ടഡ് ദിസ് ഔട്ട് ഓഫ് മൈ പാഷൻ. സോ ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മൈ കസ്റ്റമേഴ്സ് നീഡ് മൈ പ്രൊഡക്ട്സ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എങ്ങനെ എൻ്റെ പ്രസൻസ്, എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്, എങ്ങനെ യൂസ് ചെയ്യണം. ഇവിടെ ഒരുപാട് ആളുകളുണ്ടാവും ടു ബിൽഡ് എ ബ്രാൻഡ്, ദേ ആർ സ്ട്രഗ്ലിംഗ് ടു ബിൽഡ് എ ബ്രാൻഡ് അല്ലേ. സോ അവരോടാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് ലൈക്ക് ഞാൻ വാട്സപ്പ് യൂസ് ചെയ്തു, ഐ ഡിഡ് മൈ പേഴ്സണൽ ബ്രാൻഡിങ്. അന്ന് ഞാൻ ബ്രാൻഡ് ചെയ്ത സമയത്ത് അഫ്ര ഷബീബിൻ്റെ മോൾ ഓഫ് അബയാസ് എന്നാണ് ഞാൻ ബ്രാൻഡ് ചെയ്തത്, നമ്മൾ ബ്രാൻഡ് ചെയ്തത്. ഈവൻ എൻ്റെ ഹസ്ബൻഡ്, ഹി ഈസ് എ വെരി സ്ട്രാറ്റജിസ്റ്റ്, അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൈ ഐ ആം സ്റ്റാൻഡിങ് ഹിയർ. അപ്പോൾ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തു. എൻ്റെ പല പല കൺട്രികളിലേക്ക് എൻ്റെ പ്രൊഡക്റ്റിനെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തു. എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യത്തെ സ്റ്റോറ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വന്തം നാടായ പെരിന്തൽമണ്ണയിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Then I started my next store in Manjeri. അത് കഴിഞ്ഞ് കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തു. ദെൻ മഞ്ചേരി സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഒരു 3 months ബിഫോർ ഞാൻ എൻ്റെ സ്റ്റോറ് തലശ്ശേരി സ്റ്റാർട്ട് ചെയ്തു. സോ ഇങ്ങനെ പിന്നെ ഞാൻ എൻ്റെ GCCയിൽ ഒമാനിൽ നമ്മളുടെ ഓൾറെഡി ഒരു സ്റ്റോറുണ്ട്. സോ ഇങ്ങനെ 6 സ്റ്റോറും 14 രാജ്യങ്ങളിലായിട്ട് ഓൺലൈൻ സർവീസും മോൾ ഓഫ് അബയാസിന് ചെയ്യാൻ പറ്റി. ഇത് ഓൺലി ബിക്കോസ് ഓഫ് ഐ യൂസ്ഡ് ടെക്നോളജി. പിന്നെ ദിസ് ജേർണി വാസ് നോട്ട് ഈസി, എസ്പെഷ്യലി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ വുമൻ്റെ ചാലഞ്ചസ് ആണല്ലോ. അപ്പോൾ ഞാനൊരു പെണ്ണാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ സൊസൈറ്റി അങ്ങനെയാണ് പറയുന്നത്. നീ പെണ്ണാണ്, സോ ഓട്ടോമാറ്റിക്കലി യു ഹാവ് ലിമിറ്റേഷൻസ് ടു ഡു ദിസ് തിങ്സ് അല്ലേ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഈവൻ ദോ ഒറ്റയ്ക്ക് ട്രാവലൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ആദ്യം. ദെൻ എനിക്ക് മനസ്സിലായി ഞാൻ ട്രാവൽ ചെയ്താലേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ, അല്ലാതെ ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഐ കനോട്ട് ഡു എനിത്തിങ് അല്ലേ. ഞാൻ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്താൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്ക് അബായാസിൽ എന്തൊക്കെ ഇന്നോവേഷൻസ് ഭയങ്കരമായിട്ട് എല്ലാ കളേഴ്സും ഡിസൈൻസിൽ എന്ത് വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ട സമയത്ത് അറബ് ഷെയ്ഖ് ഫാമിലീസ് അടക്കം ബ്ലാക്ക് അബായാസ് യൂസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ നിന്ന് അവരെല്ലാവരും കളേർഡ് ആയിട്ടുള്ള ഭയങ്കര നല്ല ഡിസൈൻസ് പ്രീമിയം ക്വാളിറ്റീസിലുള്ള കളറായിട്ടുള്ള അബായാസ് യൂസ് ചെയ്യാനുള്ള ഒരു മാറ്റത്തിലേക്ക് തന്നെ നമുക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഈവൻ ദോ നമ്മൾ ഡിസൈൻസിൽ കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മോൾ ഓഫ് അബയാസിൻ്റെ പേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഞാൻ ഈ പ്രൊഡക്റ്റ് കൊണ്ട് വന്ന സമയത്ത് എന്നോട് ചോദിച്ചത് എന്ത് ചെയ്യാനാ, നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ തന്നെ പ്രൂവ് ചെയ്ത് കൊടുത്തു. ആൻഡ് ദ ഹോൾ ജേർണി ഇറ്റ് ടുക്ക് അറൗണ്ട് 8 years. ഇതൊരു ഓവർനൈറ്റ് സക്സസ് അല്ല. ഓക്കെ, ഞാൻ പല സമയത്തും ഞാൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ടായി പോവാറുണ്ട്. ലൈക്ക് ഒരുപാട് സ്ട്രഗിൾസ് വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറി കേൾക്കുക എന്നുള്ളതാണ്. അതിൽ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ നേരത്ത് കേൾക്കുന്ന സ്റ്റോറിയാണ് ഫ്രഷ് ടു ഹോമിൻ്റെ സ്റ്റോറി. ആൻഡ് ഐ വാസ് സോ ഹാപ്പി that I can sit here in front of Matthew sir. ബിക്കോസ് ഞാൻ കസ്റ്റമേഴ്സിൻ്റെ ക്രൗഡ് പുള്ള് കൊണ്ടിട്ട് സീ ടു ഹോം അവരുടെ ഫസ്റ്റത്തെ സീ ടു ഹോം ക്ലോസ് ചെയ്ത സമയത്ത് പിന്നെ പുള്ളി അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് മാത്യു സാറിൻ്റെ ടോക്സ് ഞാൻ കേൾക്കലുണ്ട്. അപ്പോൾ എനിക്കും ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ എന്ന്. അല്ല, ഇതൊരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ ജേർണിയാണ്. നമ്മളതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ആ ഒരു നമ്മളുടെ ചില സമയത്ത് നമ്മളുടെ ഇമോഷൻസ് നമുക്ക് പുറത്ത് കാണിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ ചുറ്റുമുള്ള സർക്കിളിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഓൺട്രപ്രണർ മൈൻഡ് സെറ്റിലുള്ള
ആൾക്കാരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിങ്ക് ചെയ്യണ കാര്യങ്ങൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കും. നമ്മളുടെ പ്രസ്റ്റീജിന് പോലും നമ്മളത് ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ സ്റ്റിൽ നമ്മളുടെ സെൽഫായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്താണ് നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ കഴിയുന്നത്. സോ അത് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ വേദിയിൽ ചിലപ്പം ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ഡോണ്ട് വറി, ഡു തിങ്സ്. നിങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ പോവുക. യു വിൽ ബി സക്സീഡഡ് വൺ ഡേ. ഒരു ഓൺട്രപ്രന്യൂറിയൽ സീലാണ് ഇവിടെ കാണുന്നത്. ഷീ കൻ നോട്ട് സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് her product and her entrepreneurial journey. So nice to hear you, Afra. We would love to have heard more. Unfortunately, time out aayi. Pakshe, can we take one or two questions, Daksha, please, from the audience? Maybe one question. Yeah. All right. I think since there are no questions, we can wind up the session. The reason is because it was quite self-explanatory, and like all of them have like elevated their pitch quite a bit. Thank you so much, my fellow panelists, for being here and for your valuable time. Thanking our Honorable MLA Najeeb Sir for this opportunity for all of us today here. Thanks once again.